ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പോളേൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പോളയാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 2 പഴമാണ് എടുത്തേക്കുന്നത്. 2 പഴം വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ അല്ലെങ്കിൽ നെയ്യായാലും ഒന്നുകൂടെ ബെറ്ററായി. അത് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കുന്നത് സേമിയയും പഴവും മുട്ടയും വെച്ചിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഈ പഴം വാട്ടുമ്പോൾ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ മധുരം നോക്കിയതിന് ശേഷം മാത്രം ബാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് സെയിം പാനിൽ തന്നെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്നത് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വറുത്ത് വരുമ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ തേങ്ങയും സേമിയവും ഒന്ന് ഇതായി വരുമ്പം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ പഴം ഉണ്ടല്ലോ, വാട്ടി വെച്ചേക്കുന്ന ഈ പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ഈ 3 മിക്സും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാണ്ട് ഒന്ന് ഒരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ സേമിയ ഇപ്പോൾ നമ്മൾ വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ, അത് വേവിച്ചിട്ടില്ല. നമ്മളത് കുക്കാക്കുമ്പോൾ പോള ഉണ്ടാക്കുമ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ഒരു ചെറിയ ജാറിലേക്ക് 3 മുട്ട ഇപ്പോൾ പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ 2 മുട്ട ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഏലക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഈ ഒരു സേമിയത്തിൻ്റെയും പഴത്തിൻ്റെയും ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പാനിൽ നമ്മളത് പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാനിൽ നമ്മൾ എണ്ണ എന്തെങ്കിലും ഒന്ന് തടവിക്കാണ്ട് ചൂടായതിന് ശേഷം ആ ഒരു മിക്സ് അതിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം നമ്മുടെ ഈ മുട്ടൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചൊന്ന് ഒരു 20-25 മിനിറ്റ് വരെ ഒന്ന് നോക്കുക. വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തി നോക്കുക. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വേവിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പാനിൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നതാവും ഒന്നുകൂടെ ബെറ്റർ. എന്നിട്ട് അതിൻ്റെ മേൽഭാഗം വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വേവിക്കുക. മേൽഭാഗം ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പോള ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, വളരെ ഈസിയാണ് കേട്ടോ. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു പോളയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.